ബീഹാർ രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു അട്ടിമറി. പക്ഷേ ഇത്തവണ അത് മുന്നണി മാറ്റമല്ല, മറിച്ച് മുഖ്യമന്ത്രി കസേര തന്നെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള നിതീഷ് കുമാറിന്റെ അപ്രതീക്ഷിത നീക്കമാണ്. 10ാം തവണയും മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ അധികമാരും പ്രതീക്ഷിക്കാത്ത ഒരു തീരുമാനത്തിലേക്ക് നിതീഷ് കുമാർ എത്തുമ്പോൾ ഇന്ത്യ ഉറ്റുനോക്കുന്നത് ബീഹാറിലേക്കാണ്. എനിക്ക് എല്ലാ സഭകളിലും അംഗമാകണം എന്ന നിതീഷിന്റെ വാക്കുകൾ വെറും ആഗ്രഹമാണോ അതോ രാഷ്ട്രീയ വനവാസത്തിന്റെ തുടക്കമാണോ? വിവാദങ്ങളുടെ പുകമറയ്ക്കുള്ളിൽ ബീഹാർ രാഷ്ട്രീയം തിളച്ചുമറിയുകയാണ്. ഇരു സഭകളിലും അംഗമാകുക എന്ന തന്റെ പഴയ സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് താൻ രാജ്യസഭയിലേക്ക് പോകുന്നതെന്നാണ് നിതീഷ് കുമാർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഒരു മുഖ്യമന്ത്രിക്ക് തന്റെ അധികാരം ഉപേക്ഷിക്കാൻ മാത്രം വലുതാണോ ഈ സ്വപ്നം? ബീഹാറിലെ JDU BJP സഖ്യത്തിനുള്ളിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ബീഹാറിനെ ഭരിച്ച നിതീഷ് പെട്ടെന്നൊരു ദിവസം ഇത്തരമൊരു വൈകാരിക കുറിപ്പുമായി രംഗത്തെത്തിയത് രാഷ്ട്രീയ നിരീക്ഷകർ സംശയത്തോടെയാണ് കാണുന്നത്. ഇത് വെറും ഒരു സ്ഥാനമൊഴിയലല്ല, മറിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വലിയൊരു കുറുക്കു നീക്കത്തിന്റെ ഭാഗമാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വാർത്തയിലെ ഏറ്റവും വിവാദപരമായ ഭാഗം നിതീഷിന്റെ മകൻ നിശാന്ത് കുമാറിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. നിതീഷ് കുമാർ പടിയിറങ്ങുമ്പോൾ മകൻ നിശാന്ത് കുമാർ ഉപമുഖ്യമന്ത്രിയാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കരുതിയിരുന്ന നിശാന്തിന്റെ പെട്ടെന്നുള്ള ഈ എൻട്രി കുടുംബവാഴ്ച രാഷ്ട്രീയത്തിന് എതിരെ വിരൽ ചൂണ്ടുന്നതുമാണ്. നിതീഷ് കുമാർ തന്റെ മകന് വേണ്ടി വഴിമാറി കൊടുക്കുകയാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ BJPയുമായുള്ള വിട്ടുവീഴ്ചയുടെ ഭാഗമാണോ ഈ നീക്കം? സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഈ വാർത്ത വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിതീഷ് കുമാർ പടിയിറങ്ങുന്നതോടെ ബീഹാറിലെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ BJP ക്യാമ്പുകളിൽ ചർച്ചകൾ സജീവമാണ്. JDUവിനെ ദുർബലപ്പെടുത്തി ബീഹാർ പൂർണ്ണമായും കൈക്കലാക്കുവാനുള്ള BJPയുടെ തന്ത്രമാണോ നിതീഷിനെ രാജ്യസഭയിലേക്ക് അയക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്? പുതിയ സർക്കാരിന് എന്റെ മാർഗനിർദ്ദേശം ഉണ്ടാകുമെന്ന് നിതീഷ് പറയുമ്പോൾ ഭരണത്തിന്റെ കടിഞ്ഞാൻ തന്റെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന വാശി അദ്ദേഹത്തിനുണ്ടെന്ന് വ്യക്തം. പക്ഷേ BJP അത്തരമൊരു റിമോട്ട് കൺട്രോൾ ഭരണത്തിന് വഴങ്ങുമോ എന്നത് കണ്ടറിയണം. 2 പതിറ്റാണ്ടിൽ ഏറെയായി ബീഹാറിലെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കുറിച്ചാണ് നിതീഷ് തന്റെ പോസ്റ്റിൽ വാചാലനാകുന്നത്. എന്നാൽ പൾട്ടു റാം എന്ന പരിഹാസ പേര് നേടിയ നിതീഷ് ഇത്തവണ ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കുകയാണോ? മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് രാജ്യസഭയിലേക്ക് പോകുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണോ എന്ന് പ്രതിപക്ഷവും ചോദിക്കുന്നുണ്ട്. വികസിത ബീഹാർ പടുത്തുയർത്താൻ താൻ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ഈ അധികാരമാറ്റം ബീഹാറിന്റെ വികസനത്തെ ബാധിക്കില്ലേ എന്ന ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട്. ബീഹാർ രാഷ്ട്രീയം എപ്പോഴും പ്രവചനാതീതമാണ്. നിതീഷ് കുമാറിന്റെ ഈ പുതിയ വേഷപ്പകർച്ച ബീഹാറിന് ഗുണകരമാകുമോ അതോ JDU എന്ന പാർട്ടിയുടെ അന്ത്യത്തിന്റെ തുടക്കമാകുകയാണോ? മകനെ അധികാരത്തിലേറ്റുവാനുള്ള ഈ നീക്കം ജനങ്ങൾ അംഗീകരിക്കുമോ? ചോദ്യങ്ങൾ ഏറെയാണ്. ഡൽഹിയിലേക്കുള്ള നിതീഷിന്റെ ഈ യാത്ര വെറും സ്വപ്ന സാക്ഷാത്കാരമല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ബീഹാർ എന്ന രാഷ്ട്രീയ ലാബിൽ ഇനിയും എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന്.